ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരുപിടി കോൺഗ്രസ് അനുഭാവികളായി പുതുതായി കടന്നു വന്ന പാർട്ടി പ്രവർത്തകരെ നാം സ്വീകരിക്കുന്ന ഒരു സുദിനം. എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് ഈ ആകർഷണീയത എന്ന കാര്യത്തിന് ഒരുപാട് കാരണങ്ങൾ എടുത്തു പറയാനുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസക്തി രാജ്യത്തിലെ ജനങ്ങൾ തൊട്ടറിയുന്നേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ ഗൗരവമേറിയ സാഹചര്യം, സാന്നിധ്യം ഈ നാടിനെ എവിടെ എത്തിച്ചു എന്ന് ചിന്തിക്കുന്നവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാട് നിങ്ങൾക്കറിയാം ചിതറിക്കിടന്ന നാടാണ്. ജാതികൾ വ്യത്യസ്തം, മതങ്ങൾ വ്യത്യസ്തം, ഭാഷകൾ വ്യത്യസ്തം, സംസ്കാരങ്ങൾ വ്യത്യസ്തം, ആചാരങ്ങൾ വ്യത്യസ്തം, അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തം, എല്ലാം വൈവിധ്യം. വൈവിധ്യത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഇന്ത്യ എന്ന് നിങ്ങൾക്കറിയാം. ഈ രാജ്യം നിലനിൽക്കുമെന്ന് ആരും കരുതിയിട്ടില്ല. ലോകത്തിലെ ഒരു രാഷ്ട്രമീമാംസകനും ലോകത്തിലെ ഒരു ഭരണാധികാരിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുമ്പോൾ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നൊരു രാഷ്ട്രമായി ഇന്ത്യ നിലനിൽക്കില്ല എന്ന് പരസ്യമായി പ്രതികരിച്ചവരാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഈ കോൺഗ്രസ് ഇന്ത്യയെ നയിക്കാൻ സാധിക്കില്ല. കാരണം ഈ വൈവിധ്യങ്ങൾ, ഈ വ്യത്യസ്തതകൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ആർക്കും സാധിക്കില്ല എന്നതാണ്. മാധ്യമങ്ങളൊക്കെ, ലണ്ടൻ ടൈംസ് പോലുള്ള മാധ്യമങ്ങളൊക്കെ പരസ്യമായ ഒരു ലെറ്റർ കോളത്തിൽ എഴുതി ഇന്ത്യ നിലനിൽക്കില്ല. നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെന്റ് ഓഫ് മെനി നേഷൻസ് എന്നതാണ് എഡിറ്റർ കോളത്തിൻ്റെ, ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്റർ കോളത്തിൽ എഴുതിയത്. ഒരു രാഷ്ട്രം നിലനിൽക്കില്ല എന്നാണ്. ആ രാഷ്ട്രം നിലനിൽക്കില്ല എന്ന് പ്രവചിച്ച ലോകത്തിലെ മുഴുവൻ രാഷ്ട്രമീമാംസകന്മാരെയും ചരിത്രകാരന്മാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യം ഇന്ന് ഒന്നുമില്ലാതിരുന്ന ഈ രാജ്യം എല്ലാം ഉണ്ടാക്കി സമ്പന്നതയുടെ നാട്ടിലേക്ക്, സമ്പന്നതയുടെ സംസ്കാരത്തിലേക്ക്, സമ്പന്നതയുടെ നിലവാരത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്ത നാട്, ഈ വിദ്യാഭ്യാസമില്ലാത്ത നാട് ഇന്ന് ലോകത്തിൽ ഒരാറ്റം പവറായി വിലങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതത്തോടെ മാത്രമേ അത് കേൾക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്ത്യ വളരുന്നു, ഇന്ത്യ വികസിക്കുന്നു, ഇന്ത്യ പുതിയ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ അതിൻ്റെ തലവനായി കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ നേതൃരംഗത്തേക്ക് കടന്നു വരുന്നൊരു രാഷ്ട്രമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടിൽ കോൺഗ്രസിൻ്റെ അകത്തേക്ക് ആളുകൾ കടന്നു വരുന്നത് ആവശ്യമാണ്, കടന്നു വരേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ആളുകൾ ഒന്ന് കെ സുരേശൻ തലശ്ശേരി, പി കുഞ്ഞിക്കണ്ണൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം, NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി പയ്യന്നൂർ, രജീഷ് KV ജില്ലാ ജനറൽ സെക്രട്ടറി സംസ്ഥാന നിർവാഹക സമിതി അംഗം, ശിവദാസൻ P നാഷണലിസ്റ്റ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, പ്രസന്ന C നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് മെമ്പർ, മധു VM ഇരിക്കൂർ ബ്ലോക്ക് കമ്മിറ്റി, ഉണ്ണികൃഷ്ണൻ OV തളിപ്പറമ്പ് ബ്ലോക്ക് NCP വൈസ് പ്രസിഡന്റ്, വിനോദ് PC നാഷണലിസ്റ്റ് കൺസ്യൂമർ അഫയേഴ്സ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ, ചന്ദ്രൻ ചേരോറ വൈസ് പ്രസിഡന്റ് NCP കണ്ണൂർ ബ്ലോക്ക്, വെളുത്തമ്പു KV NCP തലശ്ശേരി മണ്ഡലം കമ്മിറ്റി, PK ശശി കാർഷിക കോൺഗ്രസ് തലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ്, KP അനിത തലശ്ശേരി, KV സജീവൻ നാഷണലിസ്റ്റ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, NCP ധർമ്മടം ബ്ലോക്ക് സെക്രട്ടറി തുടങ്ങിയവരാണ് നമ്മുടെ ഇന്നിവിടെ അംഗത്വം സ്വീകരിച്ച ആളുകൾ. എല്ലാ ആളുകളെയും നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഞങ്ങൾ എടുത്തതായും പ്രഖ്യാപിക്കുന്നു. പാർട്ടിയുടെ പ്രവർത്തകന്മാരായി നാളെ ഉത്തരവാദിത്വത്തോടുകൂടി കോൺഗ്രസിൻ്റെ ഭാവി പ്രവർത്തനത്തിന് ശക്തി പകരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ആളുകൾക്കും ഭാവുകങ്ങൾ, ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.